ഒരു പരിഷ്കൃത സമൂഹത്തിൽ കേട്ടുകേൾവില്ലാത്ത സംഭവമാണ് തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്തുണ്ടായത്. വൈദ്യശാസ്ത്രം ഏറെ പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് പ്രസവം വീട്ടിൽ നടത്തുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭർത്താവെന്ന് പറയുന്ന ഒരു നീചനായ മനുഷ്യന്റെ പിടിവാശിയിൽ പൊലിഞ്ഞത് യുവതിയുടെയും നവജാത ശിശുവിൻ്റെയും ജീവനാണ്. വെള്ളായണി തിരുമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഷമീറയും കുഞ്ഞുമാണ് പ്രസവത്തെ തുടർന്ന് വീട്ടിൽ വെച്ച് മരിച്ചത്. ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ പ്രസവത്തിന് പ്രേരിപ്പിച്ച ഭർത്താവ് നയാസിനെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് യുവതിയുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ആധുനിക ചികിത്സയോട് ഭർത്താവ് മുഖം തിരിച്ചത് കാരണമാണ് യുവതിയുടെയും കുഞ്ഞിന്റെയും ജീവൻ നഷ്ടമായത്. നേരത്തെ ആരോഗ്യ പ്രവർത്തകർ നേമം പഴയ കാരയ്ക്ക മണ്ഡപത്തിന് സമീപത്തെ വീട്ടിലെത്തി യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചെങ്കിലും എന്തു ചെയ്യണമെന്ന് തനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ് ഭർത്താവായ പൂന്തൂർ സ്വദേശി നയാസ് ചെയ്തത്. ഭാര്യ പാലക്കാട് സ്വദേശി ഷമീറ ബീവിക്കും ആശുപത്രിയിലെ ചികിത്സയോട് താല്പര്യമുണ്ടായിരുന്നു. ഷമീറയുടെ 4ാമത്തെ പ്രസവമാണിത്. അയൽവാസികളുമായി കുടുംബം സഹകരിച്ചിരുന്നില്ല. ഷമീറുടെയും നയാസിന്റെയും 2ാം വിവാഹമാണ്. നയാസിന്റെ പൂന്തുറയിലുള്ള ആദ്യ ഭാര്യയും 2 മക്കളും ഷമീറുടെ ആദ്യ വിവാഹത്തിനുള്ള മലപ്പുറത്ത് പഠിക്കുന്ന മകനും നേമത്തെ വീട്ടിലുണ്ടായിരുന്നു. രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷമീറയും കുഞ്ഞും മരിച്ചു. യുവതിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പോലീസ് വന്നിരുന്നു. വന്നപ്പോൾ ഇവര് മേളിൽ കയറാതെ ഇവര് ഫോൺ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്നൊക്കെ ഒരു അഭിപ്രായം വന്നപ്പോൾ പോലീസ് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. എന്നാൽ പോലീസ് അങ്ങനെ പോയെങ്കിൽ പിറ്റേന്ന് വരായിരുന്നു. ആ മരിച്ച കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തി ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാമായിരുന്നു. അതൊരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. 3ഉം 1ഉം വയസ്സുള്ള കുട്ടികളുമായാണ് ഷമീറയും ഭർത്താവും താമസിച്ചിരുന്നത്. 8 മാസങ്ങൾക്ക് മുൻപാണ് വീട് വാടകയ്ക്കെടുത്തത്. ഗർഭിണിയായിരുന്ന ഷമീറയെ ആധുനിക ചികിത്സകൾക്ക് വിധേയമാക്കാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്തുന്നതിനായി ഭർത്താവ് നിർബന്ധിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അക്യൂപഞ്ചർ ചികിത്സ നടത്തിയിരുന്നു. ആരോഗ്യവകുപ്പിൽ നിന്ന് നിയോഗിച്ച ആശാ വർക്കർ, നേഴ്സ് എന്നിവർ വീട് സന്ദർശിച്ചപ്പോഴും ഭർത്താവ് ചികിത്സകളോട് സഹകരിച്ചില്ല. ഷമീറ ട്രീറ്റ്മെന്റ് എടുക്കാൻ പലപ്പോഴും വില്ലിങ്ങാണ്, പക്ഷെ വീട്ടിലെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യം അവർ ചികിത്സ എടുക്കാൻ തയ്യാറാവുകയും പിന്നെ അവർ തയ്യാറല്ലാതെ. ഫെബ്രുവരി 2-ന് ആശാ വർക്കർ വിവരം DMO ഓഫീസിൽ അറിയിച്ചു. നേമം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഷമീറയോട് ഫോണിൽ സംസാരിച്ചു. ഭർത്താവ് നയാസ് ആധുനിക ചികിത്സകൾക്ക് താല്പര്യമില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത്. സ്ഥലത്തെത്തിയ വാർഡ് കൗൺസിലർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരോട് നയാസ് കയർത്ത് സംസാരിച്ചു. ഷമീറയുടെ ആദ്യ 3 പ്രസവവും സിസേറിയനായിരുന്നു. നയാസിന്റെ ആദ്യ ഭാര്യയിലുള്ള മകൾ അക്യൂപഞ്ചർ ചികിത്സാ രീതി പഠിക്കുന്നുണ്ട്. ആ കുട്ടിയും ഷമീറയെ ചികിത്സിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.